നമ്മൾ കണ്ടു. അവിടെ ഒരു ഷോബിൻ തോമസ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്, സാധാരണക്കാരനല്ല. അവരുടെ ഒരു കമൻറ്റ് നിങ്ങൾ കേൾക്കേണ്ടത്, ഈ നാടറിയേണ്ടതാണ്. ഇതൊന്നും ആരും കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ഈ നിമിഷം വരെ ആ ഷോബിൻ തോമസിനെ പുറത്താക്കാൻ യൂത്ത് കോൺഗ്രസോ തയ്യാറായിട്ടില്ല. എന്താ ആ കമൻറ്റിലുള്ളത്? അത് കേൾക്കണ്ടേ നാട്ടുകാർ? അദ്ദേഹത്തിൻ്റെ കമൻറ്റാ ഷോബിൻ തോമസ് ചാവനലി അല്ലേ, തയ്യൽ ടീച്ചറുടെ കഷണം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നതാണ്. നോക്കൂ നിങ്ങൾ, മാധ്യമപ്രവർത്തകരിൽ പലരും പൊൻകിരണം തേടി പോകുന്നവരാ. പലർക്കും പൊൻകിരണം വേണം, നീതിയുടെ പൊൻകിരണം കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാ. ഞങ്ങൾക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ നീതിയുടെ പൊൻകിരണം എല്ലാവരും അർഹിക്കുന്നുണ്ട്. ഇവിടെ സത്യത്തിൽ വേട്ടയാടപ്പെടുന്നത് ഇടതുപക്ഷ പ്രവർത്തകരാണ്. ഇടതുപക്ഷ പ്രവർത്തകരുടെ വീട്ടിലിരിക്കുന്നവരാണ്. അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകരും എല്ലാം ആക്ഷേപിക്കപ്പെടുന്നത് ഈ നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടിയാണ്. ഇവരുടെ ഒഫീഷ്യൽ പേജുകളിലാണ് ഇതുപോലെയുള്ളത് വരുന്നത്. ജില്ലാ സെക്രട്ടറിയുടെ പേജിൽ നിന്ന് വന്ന ഒരു കമൻ്റായത്. അയാളുടെ നിലവാരം നോക്കൂ നിങ്ങൾ. ഇതാ കമൻറ്റ്. ഇതുപോലെ ഹരിഹരൻ പ്രസംഗിക്കുക. ഈ പ്രസംഗവും ഈ കമൻറ്റും തമ്മിൽ ബന്ധമില്ലേ? ബന്ധമുണ്ട്. ഈ ഗൂഢസംഘത്തിൻ്റെ ഉൽപ്പന്നമാണിത് എന്ന് പറയുന്നതിന് കാരണം ഈ കമൻറ്റുകൾ തമ്മിലും ഈ പ്രസംഗവും തമ്മിൽ ബന്ധമുണ്ട്. ശൈലജ ടീച്ചർ എവിടെയും അശ്ലീല വീഡിയോ നിർമ്മിച്ചു എന്നല്ല പറഞ്ഞത്. വീഡിയോ നിർമ്മിച്ചു എന്നുള്ളത് വ്യാജ വീഡിയോ ആണ്. അത് നമുക്ക് തന്നെ അറിയാമല്ലോ. റിപ്പോർട്ടർ ചാനലിൻ്റെ വീഡിയോ കട്ട് ചെയ്ത് ഇവർ പ്രചരിപ്പിച്ചു. വർഗീയത ഇളക്കിവിടാൻ ബോധപൂർവ്വമല്ലേ അങ്ങനെ പ്രചരിപ്പിച്ചത്? ശൈലജ ടീച്ചർ മതത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാനല്ലേ ഇവർ പരിശ്രമിച്ചത്? അതിനിവർ പരിശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം അശ്ലീലമായിട്ടുള്ള ചില ചിത്രങ്ങളും പ്രചരിപ്പിച്ചു. മോർഫ് ചെയ്ത ചിത്രങ്ങൾ നമ്മൾ കണ്ടതല്ലേ? അങ്ങനെ പ്രചരിപ്പിച്ചു. ഇവരതിന് മിടുക്കന്മാരാണല്ലോ. ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ്, വനിതാ കോൺഗ്രസിൻ്റെ നേതാവ്, മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ നേരത്തെ സഖാ VP ജയരാജൻ്റെ ഭാര്യയുടെ മുഖം വെട്ടിമാറ്റി മറ്റൊരു ചിത്രം പ്രചരിപ്പിച്ച് നമ്മൾ കണ്ടതാണ്. ഇവരുടെ നേതൃത്വമാകെ കോട്ടയം കുഞ്ഞച്ചന്മാരാണ്. ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വമാകെ കോട്ടയം കുഞ്ഞച്ചന്മാരാകുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തും പറയുക, എന്തും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ രീതി. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് അശ്ലീലവും ഇവർ പറയും, എന്ത് വർഗീയതയും പറയും, എന്ത് നിലപാടും സ്വീകരിക്കും. അതിനെതിരെ ഈ കേരളത്തിൻ്റെ മനസാക്ഷി ഉണരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്ക് മുമ്പിൽ അനുഭവമുണ്ട് കോട്ടയം കുഞ്ഞച്ചൻ്റെ. ആ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന കക്ഷി ആരാ? എബിൻ കൊടങ്കര. നേരത്തെ പ്രതി ചേർക്കപ്പെട്ടു കോട്ടയം കുഞ്ഞച്ചൻ. എന്തിനാ അദ്ദേഹത്തെ പിടിച്ചത്? പോലീസ് പിടിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ വീട്ടിലിരിക്കുന്നവരെ, ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള വനിതാ നേതാക്കന്മാരെ ആക്ഷേപിക്കുകയാണ്. അശ്ലീല ചുവയോടുകൂടി അശ്ലീലം പ്രചരിപ്പിക്കുക, ഇവർക്കെതിരെ ഇവരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക. എന്തൊക്കെ ചെയ്തു? അങ്ങനെ പിടിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടി ഇറങ്ങിയപ്പോൾ സ്വീകരണം കൊടുക്കുക. നേരത്തെ ആൻ്റണിയുടെ മകൻ ഇരുന്ന പോസ്റ്റിൽ ഇപ്പോൾ ഇരിക്കുന്ന കക്ഷി കൂടെ ഇരുന്ന് ഞങ്ങൾ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞ് പരസ്യമായി പോസ്റ്റ് ഇടുക. ആർക്കാണ് ഇവർ പിന്തുണ കൊടുക്കുന്നത്? പിന്നീട് ഈ എബിൻ കൊടങ്കരയെ പിടിച്ചിട്ട് ഇപ്പോൾ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കി പോലും ഇപ്പോൾ കിട്ടിയ ഇവരാ. പ്രൊമോഷൻ കൊടുക്കുക. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ആക്ഷേപിക്കുന്നവന് പ്രൊമോഷൻ കൊടുക്കുന്ന പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് മാറുക. അങ്ങനെ അശ്ലീലം പ്രചരിപ്പിക്കുകയും വ്യാജ വീഡിയോയും വ്യാജ കമൻറ്റുകളും നിർമ്മിക്കുകയും ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കൊടുത്ത വ്യാജന്മാരുടെ നേതൃത്വമായി ഇവർ മാറുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. ഇതിനെതിരെയാണ് ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിനെതിരെയെല്ലാം വലിയ ക്യാമ്പയിൻ നടത്തും. വർഗീയതക്കെതിരെയും അതുപോലെ തന്നെ ഈ വ്യാജ നിർമ്മിതികൾക്കെതിരെയും എല്ലാം വലിയ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് DYFI നേതൃത്വം കൊടുക്കും. വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കും. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരെയും സ്ത്രീകളെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ഇനി ഈ കേരളത്തിനകത്ത് കോൺഗ്രസിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ നേതാക്കന്മാർ ഇറങ്ങാൻ ശ്രമിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ പറയാം. നിർത്തിക്കൊള്ളണം. ഇമാതിരി തോന്നിവാസങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിലെ സതീശൻ്റെയും ഒക്കെ അറിവോടുകൂടിയാണ് നടക്കുന്നത്. ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിച്ചോളണം. നിങ്ങൾക്ക് ഏതു സമയത്തും അങ്ങ് കൊട്ടാനുള്ള ഒരു ചെണ്ടയല്ല ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും അവരുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുമൊന്നും.